ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി വിസ വാലിഡിറ്റി ഓൺലൈനായി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോയവർ തിരിച്ച് നാട്ടിൽ ലീവ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ വിസ വാലിഡിറ്റി പേപ്പർ ആവശ്യപ്പെടും. ഈ പേപ്പറിലുള്ളത് വിസ നമ്പർ, പേര്, അതുപോലെ വിസ കാലാവധി, എത്ര ലീവുണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ പേപ്പറിലുള്ളത്. ലീവ് കഴിഞ്ഞ് വരുമ്പോൾ നിർബന്ധമായും നമ്മുടെ കൈവശം ഇരിക്കേണ്ട ഒരു പേപ്പറാണിത്. ഇതെങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യുക, അതിനുശേഷം എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ വിസ വാലിഡിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. മുക്കീം പോർട്ടൽ എന്നുള്ള വെബ്സൈറ്റാണ്. ആദ്യം കാണുന്ന ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇത് അറബിയിലായിരിക്കും കാണാൻ സാധിക്കുക അധികം. ഇനി ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യാം. അതിനായി താഴെയുള്ള വിസ വാലിഡിറ്റി എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് വിസ നമ്പർ അല്ലെങ്കിൽ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് നമുക്ക് വാലിഡിറ്റി ചെക്ക് ചെയ്യാം. അധികം ആളുടെ അടുത്തും ഉണ്ടാകുക ഇക്കാമ നമ്പർ ആയിരിക്കും. വിസ നമ്പർ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്കാമ നമ്പറാണ് എല്ലാവരുടെ അടുത്തും എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനുണ്ടാകുക. അപ്പോൾ നമ്മൾ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള ക്രോസ് മാർക്ക് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ വിസ നമ്പർ, പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ഇക്കാമ എക്സ്പയറി ഡേറ്റ്, അല്ലെങ്കിൽ വിസ എക്സ്പയറി ഡേറ്റ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്താണ് സെലക്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇയർ ആദ്യം സെലക്ട് ചെയ്യണം. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്നീ ക്രമത്തിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെയുള്ള ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിസ ആക്റ്റീവ് ആയിട്ടാണുള്ളത്. വിസ വാലിഡിറ്റി പേപ്പറാണ് ഈ കാണുന്നത്. പേര് കാണാം, അതുപോലെ വിസ നമ്പർ കാണാം, അതുപോലെ പാസ്പോർട്ട് നമ്പർ കാണാം, വിസ ടൈപ്പ്, വിസ ഡ്യൂറേഷൻ, എത്ര ദിവസം വിസ കാലാവധിയുണ്ട്, അതുപോലെ ഏതാണ് രാജ്യം, അതുപോലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു പേപ്പറാണിത്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തോ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമായി വരും. അപ്പോൾ ഇതുപോലെയാണ് വിസ വാലിഡിറ്റി പേപ്പർ ചെക്ക് ചെയ്യുന്നതും അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും. ഇത് പല സുഹൃത്തുക്കൾക്കും അറിയില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.